നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഇനി 6 ദിവസം മാത്രം ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡല പര്യടനത്തിന് ഇന്ന് തുടക്കമിടുകയാണ്. വൈകിട്ട് 4 മണിക്ക് ചുങ്കത്തറയിലാണ് ആദ്യ തെരഞ്ഞെടുപ്പ് യോഗം. 3 ദിവസങ്ങളിലായി 6 സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കും. മുഖ്യമന്ത്രി നിലമ്പൂരിൽ എത്തിക്കഴിഞ്ഞു. മലപ്പുറം വിവാദത്തിലും ജമാഅത്തെ ഇസ്ലാമി UDF കൂട്ടുകെട്ടിലും മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മുഖ്യമന്ത്രി നിലമ്പൂരിലെത്തിയത് അല്പസമയം മുമ്പാണ്. അദ്ദേഹം നിലമ്പൂരിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. 3 ദിവസം നിലമ്പൂരിൽ തങ്ങിയുള്ള പ്രചാരണമായിരിക്കും മുഖ്യമന്ത്രി നടത്തുക. കൂടുതൽ വിവരങ്ങളുമായി അപർണ കുറുപ്പ് ചേരുകയാണ്. അപർണ, ഇപ്പോൾ അവസാന ലാപ്പ് എന്ന് പറയാവുന്ന രീതിയിലാണല്ലോ കാര്യങ്ങൾ. മുഖ്യമന്ത്രിയുടെ പര്യടനങ്ങൾ എവിടെയൊക്കെയാണ്, എന്തെല്ലാമാണ് ഇന്നത്തെ പരിപാടികൾ? മഞ്ജുഷ, ഏതായാലും ഇനി താരപ്രചാരകരുടെ സമയം കൂടിയാണ് അവസാന ലാപ്പിൽ. നിലമ്പൂരിനെ സംബന്ധിച്ചുള്ള 3 ദിവസം, നേരത്തെ പറഞ്ഞതുപോലെ 3 ദിവസം മുഖ്യമന്ത്രി മണ്ഡലത്തിൽ ഉണ്ടാകും. അല്പസമയം മുമ്പാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. ഈ ഹോട്ടലിൽ തന്നെയാണ് അദ്ദേഹം താമസിക്കുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ചുങ്കത്തറയിൽ, 5 മണിക്ക് മൂത്തേടത്തുമാണ് അദ്ദേഹത്തിന്റെ പരിപാടികൾ ഉണ്ടാകുക. ഇന്നും നാളെയും മറ്റന്നാളും. ശനിയാഴ്ച വഴിക്കടവിൽ അദ്ദേഹം പഞ്ചായത്ത് റാലിയിൽ മുഖ്യമന്ത്രി സംസാരിക്കും. 5 മണിക്ക് എടക്കരയിലുമുണ്ട്. 2 ഇടത്ത് വലിയ റാലിയിൽ അദ്ദേഹം സംസാരിക്കും. ഞായറാഴ്ച പോത്തുകല്ല്, കരുളായി, അമരമ്പലം, അങ്ങനെ 3 ഇടങ്ങളിൽ അദ്ദേഹം പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി മാത്രമല്ല, നിരവധി മന്ത്രിമാർ ദിവസങ്ങളായിട്ട് മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തു പോകുന്ന സ്ഥിതിയാണ്. LDFന്റെ മതനിരപേക്ഷ കുടുംബ സദസ്സുകളൊക്കെ നടക്കുകയാണ്. ഇത് ഒരു വശത്ത് മുഖ്യമന്ത്രി വരുമ്പോൾ ഇത് അദ്ദേഹത്തിന്റെ അവസാന ഒരു ചാൻസ് ആണ്. നാളെയാണ് അദ്ദേഹം പറയേണ്ടത്, മലപ്പുറം പരാമർശത്തിലുള്ള മാപ്പ് പറയേണ്ടത് എന്നാണ് ഇന്നലെ KC വേണുഗോപാൽ പറഞ്ഞത്. UDFന്റെ നിലപാട് അത് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം പ്രധാന ആയുധമാക്കി ഉയർത്തിക്കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തിരിച്ച് ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി ബന്ധം സംബന്ധിച്ച് LDF ഉയർത്തുന്ന വലിയ വിമർശനം ഒരു വശത്തുമുണ്ട്. ഈ രണ്ടും തരത്തിലുള്ള ആയുധങ്ങളാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കപ്പെടുന്നത് ഈ പ്രചാരണത്തിനിടയിൽ. ഇന്ന് അരിടൻ ഷൗക്കത്ത്, UDF സ്ഥാനാർത്ഥി അരിടൻ ഷൗക്കത്ത്, പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടെടുത്തിരിക്കുന്നു. ജനകീയ വിഷയങ്ങളാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുക എന്ന് പറയുന്നു. ക്രൈസ്തവ സമുദായത്തിന് അസംതൃപ്തിയുണ്ട്, ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നൊക്കെ LDF പറയുന്ന സമയത്ത് അങ്ങനെ ഒരു വിഷയമല്ല എന്ന് UDF നേതാക്കൾ പറയുന്നു. ലീഗ് ഇതിനകത്ത് നിന്ന് മാറി നിൽക്കുകയാണോ എന്നൊരു സംശയം LDF നേതാക്കളുടെ ഭാഗത്ത് വരുമ്പോൾ, അതല്ല, ലീഗ് വളരെ സജീവമായിട്ട് പ്രചാരണത്തിലുണ്ട് എന്ന് UDF നേതാക്കൾ പറയുന്നു. ഏതായാലും പലതരത്തിലുള്ള വിഷയങ്ങൾ, അൻവർ ഇഫക്റ്റ് തൊട്ടുള്ള വിഷയങ്ങളെല്ലാം കടന്നു വന്ന ശേഷം ഇനി ഇത് നേരിട്ടുള്ള കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം ഇത്രയധികം പ്രസ്താവനകളിലൂടെ പുറത്തു വന്ന സാഹചര്യത്തിൽ അദ്ദേഹം എന്ത് മറുപടി പറയും, മലപ്പുറത്തെ ജനങ്ങളോട് അദ്ദേഹം എന്ത് മറുപടി പറയും എന്നുള്ളത് ഒരു വിഷയം. 15-ാം തീയതി പ്രിയങ്ക ഗാന്ധി MP ഇവിടെ എത്തുന്നു. സ്വാഭാവികമായിട്ടും പ്രിയങ്കയുടെ പ്രചാരണ റാലികളും ഉന്നയിക്കപ്പെടാൻ പോകുന്നത് അതുതന്നെയായിരിക്കും. ഡയറക്റ്റ് UDF LDF ഫൈറ്റ്, തന്റെ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഇനി പ്രചാരണത്തിന്റെ അടുത്ത ഘട്ടം ഏത് തരത്തിലാണ് കടക്കാൻ പോകുന്നത് എന്നുറ്റു നോക്കുകയാണ്. എന്തായാലും ഒരു താര പ്രചാരണത്തിലേക്ക്, ആ തരത്തിലേക്ക് ഇനിയുള്ള 3 ദിവസങ്ങളിൽ നിലമ്പൂർ സാക്ഷിയാകും എന്നുള്ളതിൽ തർക്കമില്ല. നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥിക്കും CPM-നുമെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മതസ്പർദ്ധ വളർത്തുന്ന വ്യാജ പ്രചാരണം നടത്തുന്നുവെന്ന പരാതിയിൽ കേസെടുത്ത് പോലീസ്. നിലമ്പൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പരാതിയിലാണ് നടപടി. എന്നാൽ LDFന്റെ പരാതി തള്ളുകയാണ്. UDF അന്വേഷിച്ചു വരുമ്പോൾ കാഫിർ സ്ക്രീൻഷോട്ട് പോലെയാകുമെന്നായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. ജമാഅത്തെ പിന്തുണയിൽ UDFനെ വിമർശിച്ചത് കത്തോലിക്ക കോൺഗ്രസ് അല്ല, കാസയാണെന്ന പ്രതിപക്ഷ നേതാവിന്റെ പരാമർശത്തോട് സണ്ണി ജോസഫ് പ്രതികരിച്ചുമില്ല. വടകര തെരഞ്ഞെടുപ്പിൽ കാഫിർ സ്ക്രീൻഷോട്ട് എന്തായിരുന്നു LDFന്റെ തീവ്ര പ്രചരണം? UDF ആണ് LDF സ്ഥാനാർത്ഥി കാഫിർ ആണ് എന്ന സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതെന്നായിരുന്നല്ലോ വടകര തെരഞ്ഞെടുപ്പിലെ പ്രചരണം. അവസാനം ഇപ്പം അന്വേഷിച്ചത് എവിടെ എത്തി? റെഡ് ആർമി, റെഡ് വോളണ്ടിയേഴ്സ്, അമ്പാടി സഹാക്കൾ, അവരൊക്കെയാണ് ഇതിൻ്റെ ഉപജ്ഞാതാക്കൾ എന്ന് കണ്ടെത്തി. പോലീസ് എന്തുകൊണ്ട് കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ ഉത്തരവാദികളെ അന്വേഷിച്ച് കണ്ടെത്തുന്നില്ല? ഇതൊരു വേറൊരു തട്ടിപ്പാണ്. പാലക്കാട്ട് എന്തായിരുന്നു? പെട്ടിയായിരുന്നു അവരുടെ ആയുധം. പെട്ടി പൊട്ടിച്ചപ്പോൾ അവർ പൊട്ടി. ഇതാണ് നിലമ്പൂരിലും സംഭവിക്കുന്നത്. കള്ളക്കേസുകൾ ചീറ്റിപ്പോവുക തന്നെ ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ് നിലമ്പൂരിൽ നിന്ന്. അരുൺ, എന്താണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള കാര്യം? കാഫിർ സ്ക്രീൻഷോട്ട് പോലെയാകുമെന്നാണല്ലോ ഇപ്പോൾ സണ്ണി ജോസഫ് പറയുന്നത്. അത് ശരിയുമാണല്ലോ, അങ്ങനെ സംഭവിച്ചിട്ടുള്ള കാര്യമാണല്ലോ?
പൊതുജന മധ്യത്തിൽ CPM-നെ ഇടതുമുന്നണി ഉയർത്തിക്കാണിക്കാനും അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ മതസ്പർദ്ധ വളർത്താൻ ലക്ഷ്യമിട്ടുള്ള വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുന്നതാണ് CPM-ന്റെ ആരോപണം. ഇന്നലെ CPM-ന്റെ നിലമ്പൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി VM ഷൗക്കത്ത് അലിയാണ് പോലീസിൽ പരാതി നൽകിയത്. പോലീസ് അതിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. FIR രജിസ്റ്റർ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഒരു മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ M സ്വരാജും വെള്ളാപ്പള്ളി നടേശൻ്റെയും ഒക്കെ പരാമർശങ്ങൾ VS അച്യുതാനന്ദൻ്റെ ഉദ്ഘാടന പരാമർശങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോ ആക്കി മാറ്റിയാണിത് ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുന്നു എന്നാണ് CPM-ന്റെ ആരോപണം. ഈ വീഡിയോ സഹിതമാണ് CPM പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. പോലീസ് ഇപ്പോൾ അതിൽ കേസെടുക്കുകയും ചെയ്തു. ഭാരതീയ ന്യായ സംഹിത 2023 196 171 വകുപ്പുകൾ പ്രകാരമാണ് നിലമ്പൂർ പോലീസ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇത് തെരഞ്ഞെടുപ്പ് രംഗത്ത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. ഇന്നലെ രാവിലെയാണ് ഒരു നമ്പറിൽ നിന്ന് ഇത്തരം സന്ദേശം തുടർച്ചയായി പ്രചരിപ്പിക്കപ്പെട്ടതെന്നാണ് CPM ആരോപിക്കുന്നത്. ആ വീഡിയോയും പോലീസിന് CPM കൈമാറിയിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസ് അത് തള്ളുകയാണ്. കോൺഗ്രസ് ക്യാമ്പ് അല്ല ഇത് പ്രചരിപ്പിക്കുന്നത്. നേരത്തെ വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് സമാനമായി ഇതും പ്രചരിപ്പിക്കുന്ന CPM-ആണ്. അന്വേഷിച്ചു കഴിയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുമെന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട്. ഏതായാലും ഇതിനകം തന്നെ ഈ വിഷയം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയായി മാറിക്കഴിഞ്ഞു, വിവാദമായി മാറിക്കഴിഞ്ഞു. മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ കോൺഗ്രസ് നടത്തുന്നതെന്നാണ് CPM-ന്റെ ആരോപണവും പരാതിയും. മഞ്ജു ശരി, VV അരുണാണ് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അതേസമയം ആശമാർ പ്രചാരണത്തിന് ഇറങ്ങുന്നതിനെ വിമർശിച്ച് LDF സ്ഥാനാർത്ഥി M സ്വരാജ് SUCIക്ക് UDF-ൽ അസോസിയേറ്റ് അംഗത്വം കൊടുത്തേക്കുമെന്നാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജ് പറയുന്നത്. ആശമാരല്ല LDF-നെതിരെ നിലമ്പൂരിൽ സമരം ചെയ്യുന്നത്, UDF-ന് വേണ്ടി SUCI നടത്തുന്ന സമരമാണ് ഇതെന്നാണ് സ്വരാജിന്റെ വാക്കുകൾ. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ പ്രതീക്ഷകളും അതോടൊപ്പം തന്നെ ഏത് തരത്തിലാണ് വിലയിരുത്തലുകൾ എന്നുള്ളതാണ്. ഉപതെരഞ്ഞെടുപ്പിലെന്നല്ല ഏത് തെരഞ്ഞെടുപ്പിലും ജനാധിപത്യ സമൂഹം ചർച്ച ചെയ്യേണ്ടത് ജനങ്ങളെയും നാടിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. നാടിന്റെ വികസന സാധ്യതകൾ, വികസന പ്രശ്നങ്ങൾ, ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രത്യേക പ്രശ്നങ്ങൾ. നിലമ്പൂർ പോലെ ഒരു മേഖലയാവുമ്പോൾ സ്വാഭാവികമായും മലയോര ജനതയുടെ ജീവിതത്തിൽ ഇപ്പോൾ ഭീഷണിയായിട്ടുള്ള വന്യജീവി പ്രശ്നം വരും. അതിന്റെ നിയമത്തെ സംബന്ധിച്ചും അതിന്റെ ഭേദഗതിയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ വരും. നിലമ്പൂരിന്റെ വികസന സാധ്യതകൾ അതിപ്പോഴും ആ വികസന സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുകയാണ് വേണ്ടത്. ആശാ വർക്കർമാരുടെ സമരം നിലമ്പൂരിലേക്ക് കൊണ്ടുവരിക, ഞങ്ങൾ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യില്ല എന്ന് അവര് പറയുക. ആശമാരുടെ കൂടി മുന്നണിയാണ് ഇടതുമുന്നണി. അപ്പൊ പിന്നെ ആശമാർ നമുക്കെതിരെ പ്രചരണം നടത്തുമോ എന്നത് ഞാൻ തന്നെ ചിന്തിച്ചിരുന്നു. പിന്നെയാണ് കാര്യം വ്യക്തമായിട്ടുള്ളത്. ആശമാരുടെ പേരിലാണ് പ്രചരണം. അത് UDF-ന് വേണ്ടി SUCI അവരിനി അസോസിയേറ്റ് ഘടകകക്ഷിയാകാൻ ശ്രമിക്കുന്നുണ്ടോന്നറിയില്ല. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഞാൻ ആരോടൊന്നും ഉന്നയിക്കുന്നില്ല, ഞാനൊരു സംശയം പ്രകടിപ്പിച്ചതാണ്. അതായത് യഥാർത്ഥ ആശമാര് നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥിക്കൊപ്പം പ്രചാരണം നടത്തുകയാണ്. ഏതായാലും ഇങ്ങനെ ഒരു പ്രചാരവേല നടത്തിയതുകൊണ്ട് ആശമാരുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം ഇടതുപക്ഷത്തിന് അനുകൂലമായി നടന്നു എന്നതിൽ ഞങ്ങൾക്ക് നല്ല ആഹ്ലാദമുണ്ട്. കഴിയുമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി UDF ചെയ്യണം എന്നാണ് എന്റെ അഭ്യർത്ഥന. UDF-നെ സംബന്ധിച്ചിടത്തോളം 10 തൊട്ട് 20,000 വോട്ട് വരെ ഭൂരിപക്ഷം എന്നുള്ളൊരു വിലയിരുത്തലൊക്കെ ഇന്നലെ വരുന്നു. ഞങ്ങളുടെ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിക്ക് എത്ര പ്രഭാവമുണ്ടെങ്കിലും ഞങ്ങളുടെ ആ വോട്ട് പോകില്ലല്ലോ എന്നുള്ളൊരു അഭിപ്രായമൊക്കെ UDF നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ അത് കവർ ചെയ്തുകൊണ്ട് ആ പ്രചാരണം ശരിക്കും എത്ര ആത്മവിശ്വാസമുണ്ട്? പൂർണ്ണമായ ആത്മവിശ്വാസം. അത് LDF സ്ഥാനാർത്ഥിയുടെ പ്രഭാവം എന്നൊന്നും കൊണ്ടല്ല. എനിക്കങ്ങനെ പ്രത്യേക പ്രഭാവമുള്ള ആളൊന്നും അല്ല ഞാൻ. നമ്മളും എല്ലാ സ്ഥാനാർത്ഥികളും ഒക്കെ ഒരേപോലെയാണ്. നന്ദി സ്വരാജ്. CITU അനുകൂല ആശാ വർക്കർമാർ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. നിലമ്പൂരിലെ ആശമാർ M സ്വരാജിന്റെ ജയത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് ഇവർ പറയുന്നത്. എഴുത്തുകാർക്കെതിരെ UDF നടത്തുന്നത് സംഘപരിവാർ മോഡൽ ആക്രമണമാണെന്ന് സ്വരാജ്. ഇടത് പിന്തുണ പ്രഖ്യാപിക്കുന്ന കേരളത്തിന്റെ എഴുത്തുകാരോടും സാംസ്കാരിക പ്രവർത്തകരോടും നടത്തുന്ന ആക്രമണം ശരിയാണോ എന്ന് കോൺഗ്രസ് സ്വയം പരിശോധിക്കണമെന്നും സ്വരാജ് ആവശ്യപ്പെട്ടു. സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വിധം UDF സൈബർ ഹാൻഡിലുകൾ അവരെ ആക്രമിച്ച് നിശബ്ദയാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നിലമ്പൂർ ഐഷ അതുപോലെ തന്നെ നേരിടേണ്ടി വന്ന ശരിക്കും മലയാള നാടകവേദിയുടെ മാത്രമല്ല മലയാളി സമൂഹമാകെ സ്നേഹാദരങ്ങളോടെ ഒരു മാതൃസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള കലാകാരിയാണ് നിലമ്പൂർ ഐഷ. അപ്പോൾ നിലമ്പൂർ ഐഷ നേരിടേണ്ടി വന്നിട്ടുള്ള അധിക്ഷേപം അത് മീരയുടെ കാര്യത്തിലും ആവർത്തിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങളെ എഴുതാൻ പോലും അനുവദിക്കില്ല എന്ന തരത്തിലൊക്കെയാണ് അധിക്ഷേപങ്ങൾ വരുന്നത്. ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ആക്രമണ ഭീഷണി ഉയർത്തിയുമൊക്കെ
നിശബ്ദരാക്കാനാണ് ശ്രമം. അത് ജനാധിപത്യത്തിന് അന്യമാണ്. ഞങ്ങൾക്ക് സ്വീകാര്യമല്ലാത്തതൊന്നും നിങ്ങൾ ചെയ്തുകൂടാ എന്ന ഒരു നിലപാടാണ് UDF സൈബർ ഹാൻഡലുകൾ സ്വീകരിക്കുന്നത്. അത് മുഖമില്ലാത്ത ഏതെങ്കിലും വ്യാജന്മാർ മാത്രമല്ല, അതിനെ പിന്തുണയ്ക്കുകയും അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ചിലരുടെയും പ്രതികരണം. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് UDFിനോട് അതൃപ്തിയില്ലെന്ന് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂരിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഒരു പ്രചാരണത്തിനും കഴിയില്ല. നിലമ്പൂരിലുള്ള ആശമാരോട് ചോദിച്ചാൽ അറിയാം ഇടത് സർക്കാരിന്റെ അവഗണനയെന്നും ഷൗക്കത്ത് പറഞ്ഞു. നിലമ്പൂരിൽ അവസാന ലാപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം എത്തുമ്പോൾ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നമുക്കൊപ്പം പലതരത്തിലുള്ള വിഷയങ്ങൾ മാറി മറിഞ്ഞ് നിൽക്കുകയാണ്. ഈ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഏത് തരത്തിലുള്ള ഇവിടെ ഞങ്ങൾ പ്രചരണത്തിൽ വളരെയധികം മുന്നോട്ട് പോയി. ഞങ്ങൾ പ്രീ ഇലക്ഷൻ ക്യാമ്പയിൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ കുറേ പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞു. ഏറ്റവും അവസാനം ഈ ജനകീയ വിഷയങ്ങളിൽ നിന്ന് മാറി വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള വിഷയത്തിനകത്ത് ഇങ്ങനെ നിൽക്കുന്നു. അതിന്റെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്ന വിഷയങ്ങളല്ലേ, അല്ലാതെ എന്ത് വിഷയം? വാർത്തയ്ക്ക് വേണ്ടി ചില വിവാദങ്ങൾ ഉണ്ടാക്കുന്നതും നിലമ്പൂർ ചർച്ചയല്ല. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് ഇത് ഈ വെൽഫെയർ വിഷയത്തിൽ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, നിലമ്പൂരിന്റെ ഒരു പൈതൃകം എല്ലാ സംഘടനകളും ഒരുമിച്ച് നിന്ന പാരമ്പര്യമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വിഭാഗീയത ഉണ്ടാക്കാൻ എത്ര ശ്രമിച്ചാലും ആര് ശ്രമിച്ചാലും നടക്കില്ല. നിലമ്പൂരിൽ മതപരമായ വിഭാഗീയത ഉണ്ടാക്കാൻ മീഡിയ ശ്രമിച്ചാലും വേറെ ആര് ശ്രമിച്ചാലും നടക്കില്ല. നിലമ്പൂരിലെ ജനത അവർ ഒരു വിഭാഗീയതയിൽ വിശ്വസിക്കാത്തവരാണ്. എല്ലാവരും ഒരുമിച്ച് ഒരു പൊതുപ്രശ്നത്തിന് ഒരുമിച്ച് നിൽക്കുന്നവരാണ്.